കഥ പാതി വിധവ ഭാഗം 32. അനിരുദ്ധനെയും ഹിമയെയും കൂട്ടി ബംഗ്ലാവിലേക്ക് എത്തും മുന്നേ മറ്റു ചിലർ അവിടേക്ക് എത്തിയിരുന്നു. അനിരുദ്ധനെ തീർക്കാൻ തീരുമാനിച്ച് ഉറപ്പിച്ചു വന്നതായിരുന്നു ലക്ഷ്മിയും ജിയും കൂട്ടാളികളും. ഹോസ്പിറ്റലിൽ പോയെന്ന് മനസ്സിലാക്കിയ ലക്ഷ്മി ഹിമയുടെ മുറിയിലേക്ക് കടന്നു ചെന്നു. അവിടെ കരഞ്ഞു കലങ്ങിയ മുഖവുമായി ഹേമ ഇരിപ്പുണ്ടായിരുന്നു. ജി, ഇവളെന്താ ചെയ്യേണ്ടത്? എല്ലാ കാര്യങ്ങളും വിളമ്പിക്കാണും. പുച്ഛത്തോടെ ഹേമയെ നോക്കി ലക്ഷ്മി പറഞ്ഞു. ജിയും ആ മുറിയിലേക്ക് കടന്നു ചെന്നു. ലക്ഷ്മിയും ജിയും കൂടി പ്ലാൻ ചെയ്താണ് തൻ്റെ അച്ഛനെ കൊല്ലാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞ ഹേമ തകർന്നു പോയിരുന്നു. ഒരു തെറ്റും ചെയ്യാത്ത ആ മനുഷ്യനെ അപകടത്തിലാക്കിയത് അറിഞ്ഞ നിമിഷം ഹേമയുടെ മനസ്സ് മാറിയിരുന്നു. അവൾ ലക്ഷ്മിയുടെ നേരെ ചീറിപ്പറഞ്ഞു. അതിനു മുന്നേ ജി അവളെ കടന്നു പിടിച്ച് മുഖമടച്ച് ആഞ്ഞടിക്കുകയായിരുന്നു. അപ്രതീക്ഷിതമായി കിട്ടിയ ആ പ്രഹരത്തിൽ ഹേമ വേച്ച് നിലത്തി വീണുപോയി. ഇനി ഇവളെ കൊണ്ട് ഉപയോഗമൊന്നുമില്ല. ഇവളെയും തീർക്കണം, ഒരു തെളിവ് പോലും ബാക്കി വെക്കാതെ. എല്ലാത്തിനെയും കത്തിച്ച് ചാമ്പലാക്കണം. ലക്ഷ്മിയുടെ കണ്ണുകളിൽ കോപാഗ്നി പടർന്നിരുന്നു. ഹിമയെ എനിക്ക് വിട്ടുതരണം. ബാക്കിയുള്ളവരെയൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. അവളെ മാത്രം എന്തിനാണ് ബാക്കി വെക്കുന്നത്? ഹിമയെ എനിക്ക് വേണം. വഷളൻ ചിരിയോടെയാണ് ജി പറഞ്ഞത്. ഇതെല്ലാം കേട്ടും കൊണ്ട് കരയുകയായിരുന്ന ഹേമയെ ജി പിടിച്ച് എഴുന്നേൽപ്പിച്ച് കസേരയിലിരുത്തി. അവളെ മുന്നിൽ നിർത്തി വേണം നമുക്ക് കളിക്കാൻ. തൻ്റെ കൂടെ വന്ന കിങ്കരന്മാരോട് മുൻവാതിലിൽ പതുങ്ങി നിൽക്കാൻ ജി നിർദ്ദേശവും കൊടുത്തു. കാർ പാർക്ക് ചെയ്യുമ്പോൾ ജയമോഹൻ മനസ്സിലായി ബംഗ്ലാവിനകത്ത് ആരൊക്കെയോ കടന്നു കൂടിയിട്ടുണ്ടെന്ന്. അയാൾ ഫോൺ ചെയ്ത് സെക്യൂരിറ്റിയോട് വിവരം തിരക്കി. മാഡത്തിൻ്റെ കൂടെ പരിചയമില്ലാത്ത 2-3 ആളുകളും പിന്നെ അന്ന് വന്ന ആ ഡോക്ടറും കാറിനകത്ത് ഉണ്ടായിരുന്നു. ജി ആ പേര് ഉച്ചരിക്കുമ്പോൾ ജയൻ്റെ മുഖത്ത് ആശങ്ക പടർന്നിരുന്നു. കാറിൽ നിന്ന് ഇറങ്ങും മുന്നേ മറ്റ് ആരൊക്കെയൊക്കെയോ വിളിച്ചു പറയാൻ അയാൾ മറന്നില്ല. ജയന് പിന്നിലായി വീൽചെയറും തള്ളിക്കൊണ്ട് ഹിമയും അകത്ത് കടന്നു. പൊടുന്നനെ ഹാളിലെ ആ വലിയ വാതിലുകൾ കൊട്ടി അടക്കപ്പെട്ടു. ജയന് തിരിഞ്ഞു നോക്കാൻ പോലും സമയം കിട്ടിയില്ല. ഇരുമ്പ് തണ്ട് കൊണ്ടുള്ള അടിയേറ്റ് അയാൾ പുളഞ്ഞുപോയി. ജയേട്ടാ! ഹിമയുടെ അലർച്ച കേട്ട് എന്താണ് സംഭവിച്ചതെന്ന് അറിയാതെ അനിക്കുട്ടനും നടുങ്ങിപ്പോയി. മുടി പിന്നിൽ നിന്നും കുത്തിപ്പിടിച്ച് ഹേമയുടെ കഴുത്തിൽ കത്തിവെച്ചുകൊണ്ടാണ് ലക്ഷ്മി വന്നത്. ലക്ഷ്മി, എന്ത് ഭ്രാന്താണ് നീ കാണിക്കുന്നത്? അതെ, എനിക്ക് മുഴി ഭ്രാന്താണ്. നീയൊക്കെ കൂടി എൻ്റെ ശ്രീയേട്ടനെ ചതിച്ചു കൊന്നപ്പോൾ തുടങ്ങിയ ഭ്രാന്താണ്. രക്തം വാർന്നൊലിച്ച നിലയിൽ ഒന്നും മിണ്ടാനാവാതെ ജയൻ ഭിത്തിയിൽ ചാരി താഴേക്ക് ഊർന്നുപോയി. ജയേട്ടാന്ന് വിളിച്ചും കൊണ്ട് പാഞ്ഞെടുത്ത ഹിമയെ ജി ഒരു കൈകൊണ്ട് വട്ടം പൊതിഞ്ഞ് പിടിച്ചു. ഇതൊക്കെ കണ്ട് ഭയവേലനായ അനിരുദ്ധനെ വീൽചെയറിൽ നിന്ന് എഴുന്നേൽക്കണമെന്ന് തോന്നിയെങ്കിലും ഒരടി പോലും ചലിക്കാൻ അയാളെ കൊണ്ട് സാധിച്ചിരുന്നില്ല. ലച്ചു, നീ ഞങ്ങളുടെ ശ്രീഹരിയുടെ സഹോദരിയാണെന്ന് എന്തിനാണ് മറച്ചുവെച്ചത്? എന്നിട്ടെന്തിനാ എന്നെയും കൂടി ചതിച്ച് കൊല്ലാനായിരുന്നോ? അവളുടെ മുഖത്ത് തരിമ്പും ദയയില്ലായിരുന്നു. ശ്രീഹരിയെ ആരും കൊന്നതല്ല, ആത്മഹത്യയാണെന്ന് കരുതിയായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് മനസ്സിലായത് അതൊരു അപകടമരണമായിരുന്നു. അരുണിമയെ സ്വന്തമാക്കാൻ നിങ്ങൾ എല്ലാവരും കൂടി കളിച്ച നാടകം മനസ്സിലാക്കി മനംനൊന്ത് മരിച്ചതാണ് എൻ്റെ ശ്രീയേട്ടൻ. ആ ആത്മാവിന് ശാന്തി കിട്ടണമെങ്കിൽ നിങ്ങളൊന്നും ഈ ഭൂമിയിൽ അവശേഷിക്കരുത്. പറഞ്ഞു തീർന്നതും ഹേമയെ തള്ളിമാറ്റി ലക്ഷ്മി അനിരുദ്ധന് നേരെ കത്തിയുമായി പാഞ്ഞെടുത്തു. ഇത് കണ്ട ഹിമ തന്നെ വിടാതെ ചുറ്റിപ്പിടിച്ചിരുന്ന ജിയുടെ കയ്യിൽ നിന്നും ആഞ്ഞു കടിക്കുകയായിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ ജി കൈ അയച്ചതും ഹിമ അനിക്കുട്ടൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് അയാൾക്ക് മുന്നിൽ ചെന്ന് നിന്നു. മാറി നിൽക്കടി, എനിക്ക് ഇവൻ്റെ ജീവനാണ് വേണ്ടത്, ലക്ഷ്മി അലറി. അയാൾക്ക് നേരെ വീശിയ കത്തിയിലാണ് ഹിമ പിടിച്ചത്. അവയുടെ ഉള്ളം കൈയിൽ നിന്നും ചോരയിട്ട് താഴേക്ക് വീണു തുടങ്ങി. അപ്പോഴേക്കും
ഹേമയും കൂടി അങ്ങോട്ടേക്ക് പാഞ്ഞെത്തി ലക്ഷ്മിയെ തടഞ്ഞു നിർത്തി. എന്തും സംഭവിക്കാവുന്ന അവസ്ഥയിൽ ഹിമ അനിരുദ്ധൻ ഇരിക്കുന്ന വീൽചെയർ പിന്നിലേക്ക് തള്ളി മാറ്റി. ഹേമയുടെ പിടുത്തത്തിൽ ലക്ഷ്മി വേച്ചുപോയിരുന്നു. വേദന കൊണ്ട് പൊളഞ്ഞ ജിയുടെ കയ്യിൽ നിന്ന് രക്തം വാർന്നൊലിച്ചു. മറുകൈ കൊണ്ട് അമർത്തിപ്പിടിച്ച് ജി ഹിമയുടെ നേരെ നടന്നെടുത്തു. ഞൊടിയിടയിൽ ഹിമ അനിരുദ്ധൻ്റെ മുറിയിൽ കയറി അവിടെ ഷെൽഫിൽ അനിരുദ്ധൻ സൂക്ഷിച്ചിരുന്ന റിവോൾവറായിരുന്നു ഹിമയുടെ ലക്ഷ്യം. ലക്ഷ്മിയുടെ കൈകളിൽ പിടുത്തമിട്ടിരുന്ന ഹേമയുടെ അടിനാഭി നോക്കി തൊഴിക്കുകയായിരുന്നു ജി. തെറിച്ചു വീണ ഹേമ വേദന കൊണ്ട് പുളഞ്ഞുപോയി. അനിരുദ്ധൻ ഇരുന്നിരുന്ന വീൽ ചെയറിനടുത്ത് എത്തിയ ജി ലക്ഷ്മിക്ക് നേരെ തിരിഞ്ഞു. ഇനിയും വൈകിക്കണ്ട. അനിരുദ്ധൻ്റെ മുന്നിൽ വെച്ച് എനിക്ക് ഹിമയെ തീർക്കണം. ആ വേദന ഇവൻ്റെ മുഖത്ത് എനിക്ക് കാണണം. പ്രിയപ്പെട്ടവരുടെ വേർപാട് എന്താണെന്ന് ഇവൻ അറിയണം. ലക്ഷ്മി നിന്ന് കിതച്ചു. തൽക്ഷണം ജി അവളുടെ അടുക്കലെത്തി ലക്ഷ്മിയുടെ കയ്യിൽ നിന്നും കത്തി പിടിച്ചു വാങ്ങി അവളെ കുത്തുകയായിരുന്നു. ആദ്യം ചാകേണ്ടത് നീയാണ്. ചതിയ. കുത്തുകൊണ്ട ഭാഗം അമർത്തിപ്പിടിച്ച് ലക്ഷ്മി നിലത്തിരുന്നു പോയി. ഹിമയൊഴിച്ച് എല്ലാം ഇന്നത്തോടെ തീരണം. നിങ്ങൾ തമ്മിലുള്ള പകയും വൈരാഗ്യവും കാരണം തമ്മിൽ തല്ലി എല്ലാം ചത്തൊടുങ്ങണം. അതാവണം തെളിവെടുപ്പിന് വരുന്ന പോലീസിൻ്റെ ഭാഷ്യം. താഴെ കുനിഞ്ഞിരുന്ന ലക്ഷ്മിയുടെ മുടിയിൽ പിടുത്തമിട്ട് ജി അവളെ വലിച്ച് ഉയർത്തി വീണ്ടും കുത്താനായി ആഞ്ഞു വീശി. ലച്ചു! ആ വിളി കേട്ട് ലക്ഷ്മിയും ജിയും തിരിഞ്ഞു നോക്കുമ്പോൾ വീൽ ചെയറിൽ നിന്ന് തനിയെ എഴുന്നേറ്റ് നിൽക്കുന്ന അനിരുദ്ധനെയാണ് കണ്ടത്. ഹിമയും അനിക്കുട്ടൻ്റെ അടുത്തേക്ക് എത്തിയിരുന്നു. അവളുടെ കൈകളിലിരുന്ന റിവോൾവർ വാങ്ങാൻ അനിക്കുട്ടൻ അമാന്തിച്ചില്ല. ജിയുടെ കൂട്ടാളികൾ പാഞ്ഞെടുക്കും മുന്നേ ലക്ഷ്മിയെ കുത്താനായി ആഞ്ഞ ജിക്ക് നേരെ നിറയൊഴിക്കാൻ അനിക്കുട്ടൻ മടിച്ചില്ല. എല്ലാം ഞൊടിയിടയിലായിരുന്നു. ഭയന്നു വിറച്ച അയാളുടെ കൂട്ടാളികൾ പുറത്തേക്ക് പായുന്നതിനിടയിൽ പോലീസ് സേന അവിടെ എത്തിയിരുന്നു. ബംഗ്ലാവിനകത്ത് കയറും മുന്നേ ജയൻ പോലീസിന് ഇൻഫോം ചെയ്തിരുന്നു. പിച്ച വെച്ച് നടക്കുന്ന കുട്ടിക്കാലം പോലെ അനിരുദ്ധൻ ഉദ്യാനത്തിലൂടെ നടക്കുമ്പോഴാണ് പോക്കറ്റിൽ നിന്നും ഫോൺ റിങ് ചെയ്യുന്നത്. ഹോസ്പിറ്റലിൽ നിന്നും ഹേമയായിരുന്നു. ലക്ഷ്മി അപകടനില തരണം ചെയ്തിട്ടുണ്ട്. സർജറിക്ക് ശേഷം വെളിയിലേക്ക് കൊണ്ടുവരുന്നത് നോക്കി അവളും ജയനും വെയിറ്റ് ചെയ്യുകയാണ്. അനിക്കുട്ടൻ്റെ ഉള്ളിൽ നിന്നും ഒരു ദീർഘനിശ്വാസം വെളിയിലേക്ക് വന്നു. മുഖത്ത് ആശ്വാസകിരണങ്ങളും വന്നു തുടങ്ങി. ഫോൺ കട്ട് ചെയ്ത് ഇടത് കൈ കൊണ്ട് പോക്കറ്റിലേക്ക് ഇടുമ്പോഴും അനിക്കുട്ടൻ്റെ വലതു കൈ ഹിമയുടെ തോളിലായിരുന്നു. പാതി വിധവ എന്ന ഈ കഥാസംഹാരം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കായി അടുത്ത ദിവസം പുതിയ കഥയുമായി ഞാൻ വരുന്നതായിരിക്കും.